പറങ്കിയണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദറിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദറിൽ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി രസകരമായ അനുഭവത്തിലേക്ക് വരാം. എൻ്റെ വീട്ടിനടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിൽ കിടന്നിറങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ ടോർച്ചടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കിയണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദറിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദറിൽ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിലൊരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവനാർട്സ് വിജയകുമാർ, വെരി ടാൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയും തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എൻ്റെ മദറിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റൊന്നും ഇല്ല, തോന്നിയായിരിക്കുമല്ല. അല്ലല്ല, സ്പിരിറ്റിൻ്റെ സ്മെല്ല് എനിക്കറിയാം, ലാബിൻ്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിൻ്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനിൽ റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്കെല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം പാർവതി, താങ്ക് യു സോ മച്ച്, പാർവതിയുടെ നേരിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പാർവതിയുടെയും ഉണ്ടാകും. ദേവി എന്ന് പറയുന്നത് ആ മുറപ്പെണ്ണിൻ്റെ വിചാരങ്ങൾ നമുക്കൊക്കെ സിമ്പതി തോന്നും. ആ കല്യാണം യാത്ര ഇങ്ങനെ പോകുമ്പോൾ മാറി നിന്ന് നോക്കുന്ന സേതുമാധവൻ, അത് ഏത് കാമുകൻ്റെയും ആ മനസ്സിലെ വ്യഥയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിരീടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം നൊമ്പരത്തിൻ്റെയും കൂടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല, അതിൽ നമുക്ക് വളരെയധികം വേദനയുണ്ട്. പക്ഷേ അവരുടെ എല്ലാം തന്നെ പെർഫോമൻസുകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ക്രിസ്റ്റേട്ടൻ്റെ ആയിക്കോട്ടെ, ശങ്കരാടി സാറിൻ്റെ ആയിക്കോട്ടെ, കൊച്ചിൻ അനീഫ്കയുടെ ആയിക്കോട്ടെ, അങ്ങനെ മാമുക്കയുടെ ആയിക്കോട്ടെ, എൻ്റെ അച്ഛനായി അഭിനയിച്ച ഒടുവിൽ ആശാൻ്റെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ശ്രീനാഥിൻ്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോരുത്തരുടെയും അവിസ്മരണീയമായ മുരളിയുടെ അഭിനയം. എനിങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഹൈദ്രോസിൻ്റെ ആ നടന്നു വരുന്ന ആ മസിൽ കാണിച്ചിട്ട് ഇങ്ങോട്ടുണ്ട് വരുന്ന കീറിക്കാട ചപ്പ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ജിമ്മൊക്കെ ആയിട്ട് വരുന്ന ഹനീഫ്കയുടെ ആ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഇവരുടെ എല്ലാം തിഗുരു സാറിൻ്റെയൊക്കെ ആ നല്ല നല്ല നിമിഷങ്ങൾ, ഷൂട്ടിംഗ് സമയത്തുള്ള ആ നിമിഷങ്ങളൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കിരീടം ഇന്ന് മലയാള സിനിമയുടെ കിരീടമായി ഇന്നും നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസിക്കായി നിലകൊള്ളുന്നു എങ്കിൽ, അതിൻ്റെ ശില്പികൾ അഭിനന്ദനം അർഹിക്കുന്നു. മലയാള സിനിമ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.